കരിയറിൽ സക്സസ്ഫുൾ ആവാൻ, കരിയറിൽ വിജയിക്കാൻ എന്താണ് വേണ്ടതെന്നുള്ള വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. കുലങ്കുശമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. സ്കില്ലിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? അതായത് സ്കിൽ മാസ്റ്ററി ആണോ, ഇനി അതല്ല സബ്ജക്റ്റ് ഒരു അക്കാഡമിക് നോളേജിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ള വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇനി അതല്ല മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇത് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ ഓപ്ഷൻ ഇത് രണ്ടും അല്ല എന്നുള്ള ഉത്തരം. നിങ്ങളുടെ ഉത്തരം ഏതാണെന്ന് താഴെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് നമുക്കൊരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഐക്യകണ്ഠേന പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സബ്ജക്ട് നോളേജ് അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ആണ് ഡെഫിനറ്റ്ലി സ്കിൽ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. സോ ഡെഫിനറ്റ്ലി സ്കില്ല് തന്നെയാണ് സബ്ജക്ട് നോളേജിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു ബെറ്റർ അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ഒരു പേപ്പർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല കേട്ടോ. സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡെപ്ത് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സ്കില്ല് നിങ്ങൾ മാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് തന്നെയാണ്, ഈ രണ്ട് കോമ്പിനേഷൻസും കൂടി ഉണ്ടെങ്കിൽ. സോ ഇനി ഇതൊന്നും അല്ലാത്ത മറ്റു പല കാര്യങ്ങളുണ്ട്. സ്കില്ല് ഉണ്ടെങ്കിലും സബ്ജക്ട് നോളേജും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സംഭവം ഉണ്ട്. സോ നാലാമത്തെ ഉത്തരവും അല്ലെങ്കിൽ നൺ ഓഫ് ദി ബോത്ത് എന്നുള്ളൊരു ഉത്തരവും ഒരു പക്ഷേ കറക്റ്റ് ആകാം. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ എത്രത്തോളം ലേൺ ചെയ്യാൻ റെഡിയാണ്, റീലേൺ ചെയ്യാൻ റെഡിയാണ്, അൺലേൺ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് എൻ്റെ ഒരു ഉത്തരം. ഒരു കാലത്ത് ഡിഗ്രീസ് ആയിരുന്നു ഡെസ്റ്റിനി ഡിസൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്നൊക്കെ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്കില്ലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്ജക്ട് നോളജ് ഡെപ്തും അതല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഫാസ്റ്റ് അല്ലെങ്കിൽ ലേണിംഗ് സ്പീഡ് ഇതൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.